ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂറോപ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പ്രചാരം, അല്ലെങ്കിൽ നമ്മളുടെ ഹിന്ദു മതപ്രകാരമുള്ള ഒരു ജീവിത രീതി അവിടെയുള്ളവർ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഒരുപാട് സമ്പന്നമായിട്ടുള്ള രാഷ്ട്രമാണ്, അവർ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്ക് എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ധരിച്ചിരിക്കുന്നതാണ് നമ്മളെല്ലാവരും. ശരിയാണ്, ഒരു വിധത്തിൽ അവിടെ നല്ല ഒരു സാഹചര്യമുണ്ട്, ഭൗതികമായിട്ടുള്ള വികാസം നല്ലതുപോലെയുണ്ട്, നല്ല റോഡുണ്ട്, നല്ല യാത്രാ സൗകര്യങ്ങളുണ്ട്, പല വിധത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം എന്നുള്ളത് മാനസികമായിട്ടുള്ള ഒരു ശാന്തി അല്ലെങ്കിൽ സമാധാനം. അങ്ങനെ മാനസികമായിട്ടുള്ള ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം എന്നുള്ളത് യോഗയാണ്. യോഗയിൽ കൂടിയാണ് അവർ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ യോഗയിൽ വരുമ്പോൾ ആദ്യമായിട്ട് അവർ കുറേ ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. അതിന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ചെയ്തു, കുറച്ച് പ്രാണായാമം ചെയ്യുന്നു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ അവർക്ക് എന്തോന്നില്ലാത്തൊരു സുഖവും ഒരു നല്ലൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതേ തുടർന്ന് അവർ വീണ്ടും കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം. ഇതെല്ലാം സോഴ്സ് എവിടെയാണ്, ഉറവിടം എവിടെയാണ് എന്നന്വേഷിച്ച് പോകുമ്പോൾ അവർക്ക് നമ്മുടെ ഉപനിഷത്തുക്കളും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളും ഇതെല്ലാം അറിയാനായിട്ടുള്ള വലിയൊരു ആഗ്രഹമുള്ള ഒരുപാട് ഗ്രൂപ്പുകളെ ഞാൻ പല സ്ഥലങ്ങളിലും യൂറോപ്പിൽ കണ്ടെത്താനായിട്ടും അവരുമായിട്ട് പരിചയപ്പെടാനും അവരായിട്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാനുമുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് 2009 അതിനുശേഷം എല്ലാ വർഷവും ഞാൻ പോകുന്നു. ഓരോ വർഷം ചെല്ലും തോറും ഈ ഒരു ആവശ്യം പ്രതിദിനം കൂടിക്കൂടി വരികയാണ്. അവർക്ക് കൂടുതൽ അറിയാനും കൂടുതൽ നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിന് വേണ്ടിയിട്ട് അവർ സംസ്കൃതം തന്നെ പഠിക്കുന്നവർ ഒരുപാടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പല സ്ഥലങ്ങളിലും സംസ്കൃതം തന്നെ നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഈ ശാസ്ത്രം വേണ്ടതുപോലെ പഠിക്കാനായിട്ട് വളരെ സമർപ്പണ ഭാവത്തോടു കൂടി അവരെല്ലാം ഇരിക്കുന്നു. ഇത്രയും സംസ്കൃതം ഞാനിവിടെ വരുമ്പോൾ ഞാൻ അതിശയിക്കുന്നത് അവർക്കുള്ള ഒരു സമർപ്പണത്തിൻ്റെ ഒരു 10% നമ്മൾക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടേനെ. തീർച്ചയായിട്ടും നമ്മൾ കയ്യിലിരിക്കുന്ന പക്ഷിയെ വിട്ടിട്ട് പറക്കുന്ന പക്ഷിയെ പിടിക്കുന്നത് പോലെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മുടെ തന്നെ ആ സമ്പത്തിനെ മനസ്സിലാക്കാതെ മറ്റുള്ള സമ്പത്തുകളുടെ പിന്നാലെ പോകാനുള്ള ഒരു പ്രവണത നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ പ്രവണതയിൽ നിന്ന് നമ്മൾ അല്പമെങ്കിലും ഒന്ന് തിരിഞ്ഞ് നമ്മെക്കുറിച്ച് തന്നെ അറിയാനായിട്ട് നമ്മൾ ഓരോരുത്തരും കുറച്ചെങ്കിലും പരിശ്രമിക്കണം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കെല്ലാവർക്കും
ഭാരതത്തിൽ ജനിക്കാനും ഈ സംസ്കാരവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുമുള്ള വലിയൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് വളരെ ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. അപ്പോൾ ഈ മനുഷ്യജന്മം എന്നുള്ളത് വലിയ ദുർലഭമാണ്. ആ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, അതും ഈ ഭാരതത്തിൽ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഭാരതത്തിൽ ജനിക്കുന്നത് എന്തോ ഒരു പോരായ്മയാണെന്നൊക്കെ ആദ്യം വിചാരിക്കും. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോഴെല്ലാം നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ഭാരതത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും നമ്മെ സ്വീകരിക്കാനും നമ്മെ ഉൾക്കൊള്ളാനുമുള്ള വലിയ ഒരു മനസ്സ് ഉണ്ട്. പഴയ പോലെയല്ല ഇപ്പോൾ, പഴയ ഭാരതമല്ല ഇപ്പോൾ, പഴയ ഇന്ത്യയല്ല ഇപ്പോൾ, ഭാരതം തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ, ഓർമ്മപ്പെടുത്താൻ, എനിക്ക് പറയാനല്ല ഓർമ്മപ്പെടുത്താനായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കുക. നമ്മുടെ വേദം എന്താണെന്നും രാമായണ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതെല്ലാം അല്പമെങ്കിലും അറിയുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ചൊന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആനന്ദം, അല്ലെങ്കിൽ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സമാധാനം നമുക്കുണ്ടാവും. ഇന്നെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമാധാനമല്ലേ. നമ്മുടെ മനസ്സിൽ സമാധാനമില്ല. പലതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെടുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് വരുന്നത് വരെ അച്ഛനമ്മമാർക്ക് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു വേവലാതി. അങ്ങനെ ഏത് തുറയിൽ നോക്കിയാലും പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് നമ്മളെല്ലാം കടന്നു പോയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ നല്ല ഒരു സാഹചര്യം നമ്മൾ കെട്ടിപ്പടുക്കണം. കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള കുറച്ച് സമയം മാതാപിതാക്കൾ കണ്ടെത്തുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ കുട്ടികളുടെ ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഭാവിയിലെ നമ്മുടെ ദേശത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും മാനസികവും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത. ആ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന അണ്ണാടക്കണ്ണനും തന്നാലായതും എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രശ്നങ്ങളുടെ ഉള്ളിൽ ഞാൻ ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ പിന്മാറാൻ പാടില്ല. നമുക്കെല്ലാവർക്കും ഈ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് വേണ്ടതുപോലെ നിറവേറ്റണമെങ്കിൽ നമ്മളെല്ലാവരും ഇതിനെ വളരെ നല്ലതുപോലെ ആലോചിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യണം. നമ്മുടെ വീട്ടിലായാലും പുറത്തു പോയാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കൊരു അഭിമാനം, ഞാൻ പറയുന്നത് അഭിമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല രീതിയിലാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. അതായത് നമ്മെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് വേണം. ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ പറയാറുണ്ട് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയാറുണ്ട്. നമ്മൾ എവിടെയാണ്, എന്താണ്, ഇതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയെല്ലാം നമുക്കുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്ക് അല്പം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സങ്കേതങ്ങളിൽ പോകാനും അല്പസമയം അവിടെ ചെലവഴിക്കാനും നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള സങ്കേതങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുകയാണെങ്കിൽ നിസ്വാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയും ഇതെല്ലാം ഞാൻ വിദേശ രാജ്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ ഇതെല്ലാം ഇവിടെ നിന്നാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. മനസ്സിലായില്ലേ?
നമ്മൾ കൊടുത്ത സാധനങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കി കളയാണ്. അതിന് പകരം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സംതൃപ്തിയുമൊക്കെ ആക്കി തീർക്കാനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന്, അതുകൊണ്ട് ഞാൻ പറയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സമാധാനമായിട്ടുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാകും. ഇപ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള എന്ന് നമ്മൾ പത്രമെടുത്താലും മറ്റുള്ള മാധ്യമങ്ങളിൽ കൂടി അറിയുന്ന വാർത്തകളെല്ലാം വളരെ വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും സാധാരണ നമ്മുടെ അവിടെ ഉണ്ടാവാറില്ല. അതിൽ നിന്ന് നമുക്ക് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള എല്ലാ വിദ്യകളും നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. ആ വിദ്യ നമ്മൾ ഓർമ്മപ്പെടുത്തി നമ്മൾ പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് കണ്ട ഒരു വലിയ ഒരു സംഘടനയാണ് ഈ യൂറോപ്പിൽ, പ്രത്യേകിച്ചും ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യോഗവിദ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന. അവരാണ് എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത്. അത് ജർമ്മനിയിൽ അവർക്ക് ജർമ്മനിയുടെ പല സ്ഥലങ്ങളിലായിട്ടും 4 ആശ്രമങ്ങളുണ്ട്. ഒരു ആശ്രമത്തിൽ അവർക്ക് 1000-ൽ അധികം പേരെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമുണ്ട് അവർക്ക്. അത് ഒരു ബാഡ്മേൻബർഗ്, ജർമ്മനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാഡ്മേൻബർഗ് എന്നൊരു സ്ഥലമുണ്ട്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഏകദേശം 2-3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഈ സ്ഥലത്തെത്തും. പിന്നെ അവർക്ക് നോട്ട്സി എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ആശ്രമമുണ്ട്. ഈ ആശ്രമങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 5 മണിക്ക് അവരുടെ പ്രവർത്തനം തുടങ്ങും. 5 മണിക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവർ ആദ്യം ചെയ്യുന്നത് ഗണപതി ഹോമം. നമ്മളിവിടെ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഗണപതി ഹോമം ചെയ്യുന്നു. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, പിന്നെ ഈ ഗായത്രി മന്ത്രജപം. ആ ഗായത്രി മന്ത്രം കുറേ പ്രാവശ്യം ഉരുവിടുകയാണ്. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മന്ത്രമാണ് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. നഹ പ്രചോദയാത് അസ്മാകം ധിയഃ പ്രചോദയാത്, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഒരു തീരുമാനമെടുക്കുക, ഡിസിഷൻ. നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ ആ തീരുമാനം വേണ്ടതുപോലെ എടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല വിചാരങ്ങളും മനസ്സിന് നല്ല ശക്തിയും വേണം. ആ ശക്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം എന്നുള്ളതിനുള്ള അർത്ഥം തന്നെ മനനാത് ത്രായതേ ഇതി മന്ത്ര. ആരാണോ ഈ മന്ത്രത്തെ വീണ്ടും വീണ്ടും ഉരുവിടുന്നത്, അങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആ മന്ത്രം രക്ഷിക്കുമെന്ന്. ഇപ്പോൾ രാമ 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 എന്തെങ്കിലും ഒരു മന്ത്രം നമ്മൾ എടുത്ത് ആ മന്ത്രം ദിവസവും ഒരു 10 മിനിറ്റ് സമയം, രാവിലെയോ വൈകുന്നേരമോ 10 മിനിറ്റ് നമ്മൾ സമാധാനമായിട്ടിരുന്നിട്ട് കണ്ണടച്ച് മനസ്സിൽ നല്ലതുപോലെ ഈ മന്ത്രം ജപിച്ച് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ദേവനോ ദേവിയോ ആ മന്ത്രം വേണ്ടതുപോലെ ഒരേ മന്ത്രം തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ നമ്മൾ ഉരുവിടുമ്പോൾ മനസ്സിനൊരു ശക്തിയും മനസ്സിന് ഒരു തെളിമയും എല്ലാം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രജപങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ തുടർന്നുള്ള പഠിപ്പിന് സഹായകമാണ്. മനസ്സിലായോ? മന്ത്രജപം ഇപ്പം ഇങ്ങനെയുള്ള മന്ത്രജപത്തോടു കൂടിയാണ് അവർ ആ ദിവസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് യോഗ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ചെല്ലാം പഠിപ്പിക്കാനും അതിനറിയാനും ആഗ്രഹമുള്ള പലവരും അവിടെ വരുന്നു. അവർക്ക് നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഭജൻ, നമ്മൾ പഴയ കാലത്തെല്ലാം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അമ്മൂമ്മമാരും അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടിയിരുന്ന് ഭജന ചെല്ലുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ അവരെല്ലാം നമ്മൾ ചെല്ലുന്ന അതേ ഭജനത്തിന് ആദ്യമൊന്നും എനിക്ക് മനസ്സിലാകാൻ പാടില്ല. കാരണം ചോദിച്ചാൽ അവരൊരു ജർമ്മൻ ഒരു ആക്സെൻറ്റോട് കൂടിയാണ് ചെല്ലുന്നത് ഇതെല്ലാം.
പലപ്പോഴും മന്ത്രം ചെല്ലുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഇന്നതാണെന്ന് പറയാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയെല്ലാം സംഗതികൾ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പ്രദാനം ചെയ്തിട്ട് നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ പലതും അന്വേഷിച്ച് നട്ടം തിരിഞ്ഞ് നമ്മളെല്ലാം വശം കെട്ടു പോവാണ്. അതുകൊണ്ട് നമ്മൾ വലിയൊരു സംസ്കാരത്തിൻ്റെ ഉടമയാണെന്നും ആ സംസ്കാരത്തെ അറിയാനായിട്ട് അല്പസമയം നമ്മളെല്ലാവരും ഓരോ ദിവസവും ചെലവഴിക്കണമെന്നും അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളെക്കുറിച്ചൊന്നും നമുക്ക് വേവലാതിപ്പെടേണ്ടി വരില്ല. നല്ല ഒരു കുടുംബവും സമൂഹവും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ ഇതൊന്ന് പറയാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.